മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 27-ാം വാക്യം. ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്തു വിതയ്ക്കുന്നതിന് സദൃശ്യം. ഇനിയുള്ള വാക്യമാണ്, അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവരാജ്യം ഇങ്ങനെയാണെന്ന് മർക്കോസ് സുവിശേഷകൻ പറയുക. ദൈവരാജ്യത്തിൻ്റെ ഉപമ ഇങ്ങനെയാണ്: ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതറുന്നത് പോലെ. വിത്ത് വിതറിക്കഴിഞ്ഞ് കർഷകൻ വീട്ടിലേക്ക് പോകും. രാവും പകലും അവൻ ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. വിതയ്ക്കുന്നവൻ അറിയുന്നില്ല ആ വിത്ത് പൊട്ടിമുളയ്ക്കുന്നത്. ഇതാണ് ദൈവരാജ്യം. എന്തൊരു വലിയ ഒരു അർത്ഥം അതിനുണ്ട്. നീ നിന്റെ വിരൽത്തുമ്പിലൂടെ ഊറി വീണ ഈ വിത്ത്, അത് ഒരുപക്ഷെ നിന്റെ സ്നേഹത്തിൻ്റെയും പരിപാലനയുടെയും അർത്ഥത്തിലാണ് വീണത്. അത് വീണ സ്ഥലവും നിനക്കറിയാം, നീ അത് നനച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ വിത്ത് പൊട്ടി മുളച്ചു തുടങ്ങിയത് ആ ഒരു മൊമെൻറ്റും ആ ഒരു കാര്യങ്ങളും ഒന്നും നീ അറിയുന്നേയില്ല. ദൈവരാജ്യം ഇങ്ങനെയാണ്. നിന്റെ ജീവിതത്തിൽ സ്വർഗം നാമ്പെടുക്കുന്നത് നീ അറിയുന്നില്ല എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത അതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നീ ആഗ്രഹിച്ചാൽ നീ അറിയാതെ തന്നെ നിന്റെ ജീവിതത്തിൽ സ്വർഗം പൊട്ടിമുളച്ചു തുടങ്ങും. നീ അറിയാതെ തന്നെ അതിൽ ഇലകൾ പൊട്ടിത്തുടങ്ങും. നീ അറിയാതെ തന്നെ അതിൽ കതിരുകൾ വന്നു തുടങ്ങും. നീ അറിയാതെ തന്നെ അതിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. ദൈവത്തിലെ എന്ത് നല്ലൊരു ഉപമയാണിത്. ദൈവരാജ്യം ഒരുവൻ വിതറിയ വിത്തിനോട് സദൃശ്യം. അവൻ അറിഞ്ഞില്ല അത് പൊട്ടിമുളച്ചത്. ദൈവമേ, എൻ്റെ ഹൃദയത്തിനും ഞാൻ അറിയാതെ പൊട്ടിമുളച്ച് ഫലങ്ങൾ തന്നു തുടങ്ങണമേ. ആമേൻ.